സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ ഇന്ന് പിന്നെ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ നടുവിൽ നല്ലൊരു ലൈഫ് എക്സ്പീരിയൻസുമായി, ഒരു മിനിസ്ട്രി എക്സ്പീരിയൻസുമായി വാത്സല്യമുള്ളൊരു കർത്താവിൻ്റെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി, ഈ ഒരു സെഷൻ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമുക്കൊന്ന് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഇങ്ങനെ നിൻ്റെ സന്നിധിയിൽ ഒന്നിച്ച് കടന്നു വരുവാൻ തൊക്കണം അവിടെ നൽകിയ അവകാശത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കൾക്കും ഈ സെഷൻ ഒരു അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നിന്ന് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിൽ എൻ്റെ ദാസനെ ഉപയോഗിക്കണം. ഞങ്ങൾക്ക് തൻ്റെ ജീവിതാനുഭവങ്ങൾ വലിയ ആത്മീക ഉത്തേജനത്തിന്, ബലത്തിന്, അനുഗ്രഹത്തിന് കാരണമായി തീരണം. മറ്റുമായി സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. അപ്പ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നല്ലൊരു ജീവിതാനുഭവം കേൾക്കാൻ പോവുകയാണ്. ഇത് കേവലം ഒരു ലൈഫ് സ്റ്റോറി മാത്രമല്ല, നമ്മൾ സാധാരണ വിറ്റ്നസ്സിലൊക്കെ കൊണ്ടുവരുന്നത് പോലെ ഉള്ള ഒരു മിനിസ്ട്രി എക്സ്പീരിയൻസ് കൂടിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അനേകർക്ക് ഈ ഒരു സെഷൻ അനുഗ്രഹമായി തീരും, ആത്മീകമായിട്ട് ഒരു ബലത്തിന് കാരണമായി തീരുമെന്നൊക്കെ വിശ്വസിക്കുകയാണ്. നമ്മളോടൊപ്പം കൊല്ലത്തു നിന്ന് പ്രിയ കർത്താവിൻ്റെ പാസ്റ്റർ ലിസൺ ചാക്കോ ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ, ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായിട്ടിരിക്കുന്നേ പാസ്റ്ററെ? അതെ അതെ പാസ്റ്ററെ, സന്തോഷമായിരിക്കുന്നു. കൊല്ലംകാരനാണ്. അപ്പം കൊല്ലത്ത് തന്നെയാണോ ജനിച്ചു വളർന്നത്? കൊല്ലമാണോ സ്വദേശം? പക്ഷെ കൊല്ലത്തുനിന്ന് 24 കിലോമീറ്റർ മാറി മീയണ്ണൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് എന്റെ ജന്മസ്ഥലം. ശരി. ജനിച്ച സ്ഥലത്ത് തന്നെയാ പാസ്റ്റർ ഇപ്പം സെറ്റിലായിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണല്ലേ? അതെ പാസ്റ്ററെ, ജനിച്ച സ്ഥലത്ത് നിന്നാണ് പ്രവർത്തനങ്ങൾക്ക്. ഓ ശരി. നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. അതായത് കുടുംബത്തെക്കുറിച്ച്, സ്പിരിച്വൽ പശ്ചാത്തലം. പെന്റിക്കോസ്റ്റൽ കുടുംബത്തിലാണോ ജനിച്ചതൊക്കെ? എങ്ങനെയായിരുന്നു? ഞാനൊരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലാണ് ജനിച്ചത്. ശരി. എന്റെ ഒരു 5ാം ക്ലാസ് വരെയൊക്കെ സൺഡേ സ്കൂളും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ചിലായിരുന്നു. ശേഷം ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഒരു സുവിശേഷകനെ, ഒരു ബ്രദറൻ ചർച്ചിന്റെ സുവിശേഷകനെ കടന്നു വരുന്നു. ശരി. അങ്ങനെ അദ്ദേഹത്തിലൂടെ ഞങ്ങളുടെ ദേശത്ത് തന്നെ ആദ്യമായിട്ട് എത്തുന്ന ഒരു സുവിശേഷകനെ, ആദ്യമായിട്ട് വചനത്തിന്റെ വിത്ത് വിതച്ച ഒരു കർത്തൃദാസൻ, എബ്രഹാം എന്നാണ് പുള്ളിയുടെ പേര്. അദ്ദേഹത്തിലൂടെ ദേശം സുവിശേഷം കേട്ടു. അങ്ങനെ ആ ഒരു കൂട്ടായ്മയായിട്ട് ഇന്ന് ബന്ധപ്പെട്ട് മാതാപിതാക്കൾ എല്ലാം ഒന്നിച്ചല്ലേ? അതെ 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 അതെ. ശരി. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കണം. മാതാപിതാക്കളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, മാതാപിതാക്കൾ, കുടുംബം, പാസ്റ്റർ കുടുംബം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അനുഗ്രഹമായിരുന്നു. എന്റെ പിതാവ് ചാക്കോ ഒരു കൃഷിക്കാരനാണ്. അമ്മ ലീലാമ്മ. ഒരു സഹോദരിയാണുള്ളത്, സഹോദരി ജൂലി റജി. ഓടനാവട്ടത്ത് ഇതിനോട് 5 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് അവളെ വിവാഹം കഴിച്ചുകൊണ്ട് പോയത്. 2 കുഞ്ഞുങ്ങൾ അവർക്ക്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോനെ ഇപ്പോഴ് ബിടെക്കിന് 3ാം വർഷം പഠിക്കുന്നു. ഇളയാള് 11ാം ക്ലാസ്സില്. മൂത്താള് കീബോർഡിസ്റ്റ് കൂടിയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ പ്രയോജനമാണ്. അവനാണ് കീബോർഡൊക്കെ കൈകാര്യം ചെയ്യുന്നത്. വൈഫ് അനിത. വൈഫിന്റെ വീടൊക്കെ? വൈഫ് ഇവിടെ നിന്ന് ഒരു 10-24 കിലോമീറ്റർ മാറി കടപുഴ, കല്ലട എന്ന് പറയുന്ന സ്ഥലത്താണ് വൈഫിന്റെ. ഒരു കോമ്പൻസേഷൻ ആണെന്ന് കൂട്ടിക്കോ. മക്കൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, കണ്ടാൽ അത്രയും പ്രായം തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ കേൾക്കാം. അതായത് കർത്താവിനെ അറിഞ്ഞതും, ദേശത്തെക്കുറിച്ചും, ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളൊക്കെ പറയാം. മിനിസ്ട്രി അനുഭവങ്ങളൊക്കെ പറയാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. പാസ്റ്റർക്ക് തന്നെ ഡിസൈഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം, എവിടെ നിന്ന് തുടങ്ങണം. ഞാനീ പറഞ്ഞതുപോലെ ഒരു കൊച്ചു ഗ്രാമം മീയണ്ണൂര്. അന്ന് അറിയപ്പെടാത്തൊരു സ്ഥലമാണ് മീയണ്ണൂര്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എൻ്റെ വീടിനടുത്ത്, എൻ്റെ വീട് കഴിഞ്ഞ് ഒരു 100 കിലോമീറ്റർ സഞ്ചരിച്ചാലേ വളരെ പേരെടുത്തൊരു മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അസീസിയ മെഡിക്കൽ കോളേജ് എന്നാണ് അതിന്റെ പേര്. അന്നേരം അത് വന്നിട്ടൊരു അടുത്ത സമയത്താണ് അത് വന്നത്. അതിനുമുമ്പ് ഞങ്ങളുടെ ഒരു കൊച്ചു ഗ്രാമമാണ്. അവിടെയാണ് ജനിച്ചു വളരാൻ ദൈവം ഭാഗ്യം തന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിക്കാൻ സ്വർഗ്ഗം ഇടയാക്കി.
വചനങ്ങളൊക്കെ ചെറിയ പ്രായം തൊട്ട് തന്നെ സൺഡേ സ്കൂളിലൂടെയൊക്കെ ആണെങ്കിലും പഠിക്കാൻ ദൈവം ഇടയാക്കി. എന്നാൽ എൻ്റെ ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഞാൻ പഠിക്കുമ്പോൾ തൊട്ടടുത്തൊരു സുവിശേഷകൻ ഇതുപോലെ വന്ന് ഒരു സൺഡേ സ്കൂള് ആരംഭിച്ചു. അന്നേരം അവിടെ ഈ സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ കൊട്ട് കാണാനായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് സൺഡേ സ്കൂളിൽ പോകുന്നത്. ഞാൻ പോയ ദിവസം തന്നെ ആ ദേവദാസൻ എന്നോട് ചോദിച്ചു, മോനെ നിന്റെ വീട്ടിലോട്ടൊന്ന് വന്നോട്ടോ എന്ന് ചോദിച്ചു. അതൊരു ബുധനാഴ്ച ആയിരുന്നു. ആ ദേവദാസൻ ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വന്നത്. അന്ന് എന്റെ ഫാദറിനോട് ചോദിച്ചു, അച്ഛൻ ഞാനിവിടെ മുറ്റത്തൊരു മീറ്റിംഗ് ക്രമീകരിച്ചോട്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഈ ദേശത്ത് ആദ്യമായിട്ട് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വെച്ച് ഒരു സുവിശേഷ യോഗം നടന്നു. അതിലൂടെയാണ് ദേശത്ത് ആദ്യമായിട്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ഞാൻ ആ ദൈവദാസന് വഴികാട്ടിയായി തീരാനുള്ള ഭാഗ്യം ഉണ്ടായി. ദേശത്ത് ആദ്യമായിട്ട് ഇപ്രകാരം മുറ്റത്തൊരു സുവിശേഷ സംഗമം നടത്താനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതിനനുധാവനം ചെയ്തുകൊണ്ട് ഒരുപാട് പേര് കർത്താവിനെ അറിയുവാൻ, കർത്താവിലേക്ക് ആകൃഷ്ടരാകുവാൻ, നിത്യജീവിതത്തിന്റെ ഉടമകളായി തീരുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് എന്നും ഓർക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സംഭവമാണ്. ദേവദാസനെ, അപ്പം നമ്മുടെ ദേശത്ത് ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ദേശത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താ? അവിടെ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർ, എപ്പിസ്കോപ്പൽ ചർച്ചുകളൊക്കെയാണോ? എങ്ങനെയാണ് നമ്മുടെ ദേശത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? അതെ, ഇത് ഞാൻ താമസിക്കുന്ന ദേശം എല്ലാ മതസ്ഥരും ഏകോദര സഹോദരങ്ങളെ പോലെ താമസിക്കുന്ന ഞാൻ പറഞ്ഞ ഒരു ശാലീന സുന്ദരമായ ഗ്രാമം മേയണ്ണൂര്. ക്രൈസ്തവരായിട്ടുള്ള ഒരു പാരമ്പര്യ ക്രൈസ്തവരാണ്. ചർച്ചും കെട്ടുപാടുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും എല്ലാവരും ആത്മീയ തീഷ്ണതയുള്ള ഒരു കർത്താവിനെ അറിയുവാനായിട്ടും ആരാധിക്കാനായിട്ടൊക്കെ മനസ്സുള്ളവരാണെന്നുള്ളതാണ് അതിലെ വലിയൊരു സന്തോഷം. അതെ, അങ്ങനെ ദേശത്ത് ആദ്യമായിട്ടെന്ന് പറഞ്ഞപ്പോഴും എനിക്കുണ്ടായ ഒരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അതെ, ഈ ഒരു അങ്ങനെയാണ് ഒരു ആത്മീയ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. കൂടുതൽ വചനമൊക്കെ പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. ആ ദൈവദാസനോടൊപ്പം എന്റെ സ്ഥലത്ത് ഓരോ വീടുകളും കയറി ഇറങ്ങുവാൻ, അദ്ദേഹത്തിന് വഴികാട്ടിയായിട്ട് കയറി ഇറങ്ങുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. അതൊക്കെ ജീവിതത്തിന്റെ ഈ പിൽക്കാല ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമായി തീർന്ന വസ്തുതകളാണ്. അങ്ങനെ ഒരുപാട് പേര് കർത്താവിനെ അറിഞ്ഞു, കർത്താവിലേക്ക് കടന്നു വന്നു. ശേഷം ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവല്ല മഞ്ഞാടിയില് നമ്മുടെ KP യോഹന്നാൻ സാർ നടത്തിയ ഒരു യുവ മിഷണറി ക്യാമ്പില് പങ്കെടുക്കാനായിട്ട് സ്വർഗം ഒരു അവസരം നൽകി. അതിൽ വെച്ചാണ് ഞാൻ സുവിശേഷീകരണത്തിനായിട്ട് എന്നെ സമർപ്പിക്കുന്നത്. അന്ന് രാജസ്ഥാനിൽ കെ.എ. തോമസ് സാറ്, അങ്ങനെയാണ് തോന്നുന്നത്, അദ്ദേഹം മരിച്ചുപോയി. കോട്ടയം ആസ്ഥാനമാക്കി സുവിശേഷ പ്രവർത്തനം ചെയ്തിരുന്ന മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ഒക്കെ ടോക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അത് ഞാൻ തീരുമാനിച്ചു, ഒരു ബൈബിൾ കോളേജ് പഠിക്കുന്നെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോയി പഠിക്കണമെന്ന് തീരുമാനിച്ചു. സുവിശേഷീകരണത്തിനായിട്ട് അദ്ദേഹത്തിലൂടെ ചുവട് വയ്ക്കുവാനായിട്ട് സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. ഡിഗ്രിക്ക് ശേഷം ചാത്തന്നൂരിലുള്ള ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ 1 വർഷവും, ശേഷം ജയ്പൂർ മാറാനാഥ ബൈബിൾ കോളേജിൽ 3 വർഷവും പഠിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതിനുശേഷം 1-2 വർഷങ്ങളോടൊക്കെ ജയ്പൂരിലെ പ്രവർത്തനത്തോടുള്ളതിലൊക്കെ തുടർന്നെങ്കിലും മടങ്ങി ദേശത്തിലേക്ക് വന്ന് വിശ്വവാണി എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട മിഷണറി പ്രസ്ഥാനത്തിൽ 5.5 വർഷക്കാലം പ്രവർത്തിക്കുവാനായിട്ട് വലിയൊരു ഭാഗ്യമുണ്ടായി. കൂടുതൽ നോർത്ത് ഇന്ത്യയെ കുറിച്ച്, അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഗ്രാമങ്ങളെ കുറിച്ച്, ഭാരതത്തിലെ ഗ്രാമങ്ങളെ കുറിച്ച് ഒക്കെ അറിയുന്നതിന് ആ വിശ്വവാണിയിലെ പ്രവർത്തനങ്ങളാണ് വലിയ ഒരു മുഖാന്തരമായിട്ട് തീർന്നത്. അതിനുശേഷം ചെറിയ പ്രായം തൊട്ടേ എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഈ സാധുക്കളായിട്ടുള്ള ആൾക്കാരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കരം പിടിച്ച് ഉയർത്തുക. ഒരാള് വിശക്കുന്നവനായി കണ്ടാൽ എന്റെ മനസ്സ് വേദനിക്കും. രോഗാതുരമായിട്ടുള്ള ജീവിത സാഹചര്യത്തിലൂടെ ഒരാൾ കടന്നു പോകുന്നത് കണ്ടാൽ അതെനിക്ക് വലിയ വേദനയാണ്. കൊച്ചു പ്രായം തൊട്ടേ അങ്ങനെ ഒരു മനസ്സലിവ്, കഷ്ടത അനുഭവിക്കുന്ന വിഭാഗത്തോടൊരു ആഭിമുഖ്യം സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധമോ എന്റെ ഉള്ളിൽ തന്നിട്ടുണ്ടായിരുന്നു. 2005 ആയപ്പോഴത്തേക്ക് കർത്താവ് ഒരു സാഹചര്യം ഒരുക്കി അതിനുവേണ്ടി ചുവട് വയ്ക്കുക. ദൈവാത്മാവിന്റെ ഒരു നിർബന്ധം, ഒരു വഴികാട്ടൽ എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാം. അങ്ങനെ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് സഫറേഴ്സ് വോയിസ് ഓഫ് ഇന്ത്യ, അശരണന്റെ ശബ്ദം എന്ന വാക്കിന് അർത്ഥമുള്ളൂ, അവരുടെ ഒരു ശബ്ദമായിട്ട് വർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വിശ്വസ്തനെന്ന് എന്നെ അറിയാവുന്ന ഒരു ബന്ധുക്കള്, ദേശക്കാര്, ഞാൻ പോകുന്ന മറ്റിടങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രിയപ്പെട്ടവര് ചെറിയ കൈത്താങ്ങലുകളൊക്കെ ഏൽപ്പിക്കാനായിട്ട് തുടങ്ങി. ആദ്യം അന്ന് ഒരു 12 കൊടുത്താൽ ഒരു ഉച്ചയൂണ് കിട്ടും. അത്രയൊക്കെ ചെറിയ ടാർജറ്റേ ഉണ്ടായിരുന്നുള്ളൂ. വിശക്കുന്നതിനായിട്ടുള്ളൊരു എതിർപ്പെട്ടാല് ഈ ഒരു 12 കൊടുത്ത് ഒരു പൊതി ചോറ് വാങ്ങിച്ച് ഒരാളുടെയെങ്കിലും വിശപ്പടക്കുക. വിവസ്ത്രനായ ഒരാള് മുന്നിൽപ്പെട്ടാല് പുതിയതൊന്നും വാങ്ങിച്ച് കൊടുക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിലും പഴയ ഒരു ജോഡി ഡ്രസ്സ് അവന് കളക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ടാർജറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചുവട് വെച്ചപ്പോൾ
ഒരുപാട് പേരെ ദൈവം കൂടെ നിൽക്കാനായിട്ട് അയച്ചു. അത് വിവിധ ജില്ലകളിൽ നിന്നൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആൾക്കാർ മുന്നോട്ട് കടന്നു വരുവാൻ ഇടയായി തീർന്നതോടെ പ്രവർത്തനങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടായി. ഇന്നിപ്പോഴ് നമ്മൾ പ്രതിമാസം സഹായിച്ചു വരുന്ന ഡയാലിസിസ് പേഷ്യൻസ് മാത്രം ഏതാണ്ട് 250ഓളം പേരുണ്ട്. അവർക്ക് വേണ്ടി എല്ലാ 2ാം ശനിയാഴ്ചയും കൊല്ലത്ത് ഒരു കൂട്ടായ്മ നയിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 13-ാം തീയതിയായിരുന്നു, കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അവസാന കൂട്ടായ്മ. ഈ പ്രിയപ്പെട്ടവരൊക്കെ അവിടെ കടന്നു വരും. അത് 51ാമത് കൂട്ടായ്മയായിരുന്നു. പ്രിയപ്പെട്ടവരൊക്കെ അവിടെ നിന്ന് കടന്നു വരും. അവർക്ക് വേണ്ടി അവർ മനസ്സൊക്കെ തണുക്കുവാൻ, അവർക്ക് ആശ്വാസം ഉളവാകുമാറ് നല്ല ഗായകരെയൊക്കെ കൊണ്ടുവന്നിട്ട്, താല്പര്യമുള്ള ഗായകരെ കൊണ്ടുവന്നിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളൊക്കെ പാടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സർവോപരി ഒടുവിലായിട്ട് ഏതാണ്ട് അരമണിക്കൂറോളം സമയം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അവർക്ക് പങ്കിട്ട് കൊടുക്കും. അന്നേരം അവരുടെ ഇഹലോക ജീവിതം മാത്രമല്ല, പ്രത്യേക അവരുടെ പരലോക ജീവിതം കൂടി നേടപ്പെടണമെന്ന ആഗ്രഹത്തോടെയാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത്. ഇന്നിപ്പോ നമ്മള് ആ കൂട്ടായ്മയിൽ മുമ്പിലിരിക്കുന്നവരില് അടുത്ത കൂട്ടായ്മ ഇനി 10-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 14-ാം തീയതിയാണ്. ഇതിനിടയിൽ കുറഞ്ഞത് ഒരു 4 പേരെങ്കിലും യാത്രയാകും. ഈ 4 മുഖങ്ങൾ നമുക്ക് പിന്നെ ഒരിക്കലും കാണാൻ ഒക്കത്തില്ല. അന്നേരം ഓരോ കൂട്ടായ്മയും ഇനി അവരെ കാണാൻ ഒക്കത്തില്ലല്ലോ, ആരായിരിക്കും പോകുന്നത് നമുക്ക് അറിയാനായിട്ട് ഒക്കത്തില്ല. ചിലപ്പോൾ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെന്ന് തോന്നി മുന്നിലിരിക്കുന്ന ആളായിരിക്കും അടുത്ത ഡയാലിസിസിൽ കടന്നു പോകുന്നത്. അന്നേരം അവരുടെ ഇടയിൽ ഒരു വലിയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഇടയാക്കുന്നുണ്ട്. കോവിഡൊക്കെ ആയപ്പോഴത്തേക്ക് അവരിൽ ഒരുപാട് പേർക്ക് ഡയാലിസിസ് മുടങ്ങി. ആശുപത്രിയിലെ ചെലവിന് പോയിട്ട് ആശുപത്രി വരെ ചെന്നെത്താൻ വേണ്ട വഴിച്ചെലവ് പോലും ഇല്ലാത്ത സാഹചര്യം ഉള്ളവരാണ് ഈ ഭവനാംഗങ്ങളെല്ലാം. ഇതിൽ ഏതാണ്ട് ഒരു 30-40% ആൾക്കാർ ഭവനരഹിതരാണ്, വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അന്നേരം അവരുടെ ഈ ഡയാലിസിസ് ഒക്കെ മുടങ്ങുന്ന സാമ്പത്തികമായിട്ടുള്ള ക്ലേശത്താല് മുടങ്ങുന്ന ഒരു സാഹചര്യം നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവിൽ ആശ്രയിച്ച് സുമനസ്സായ ഒരാളുടെ പങ്കാളിത്തത്തോടെ ഒരു സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അവിടെ 4 മിഷനുണ്ട്. പ്രതിദിനം ഏതാണ്ട് 10ഓളം പേർക്ക് ഈ സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പൈസ പോലും വാങ്ങിക്കത്തില്ല. പലപ്പോഴും സൗജന്യ ഡയാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലയിടങ്ങളിലൊക്കെ ചില്ലറ പൈസയൊക്കെ അവരുടെ നടത്തിപ്പിന് വാങ്ങിക്കാറുണ്ട്. നമ്മൾ ഒരു പൈസ പോലും വാങ്ങിക്കാറില്ല. അത് ഇക്കഴിഞ്ഞ നവംബർ 11 ആയപ്പോൾ 3 വർഷം പൂർത്തിയായി. കർത്താവിന്റെ കരുണ കൊണ്ട് കുറ്റമറ്റതായിട്ട് അത് ഇന്നും മുന്നോട്ട് പോകുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആശുപത്രിയിലേക്ക് ചെലവിന് പോയിട്ട് ആശുപത്രി വരെ ചെന്നെത്തുവാൻ വേണ്ട വഴിച്ചെലവ് പോലും ഇല്ലാതെ ക്ലേശിക്കുന്ന വലിയൊരു കൂട്ടം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരുപക്ഷെ അവരെങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിയാലേ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണെങ്കിലും താലൂക്ക് ഹോസ്പിറ്റലാണെങ്കിലും മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിലും സമയബന്ധിതമായിട്ട് അവരെ എത്തിക്കാനായിട്ട് സാധിച്ചാൽ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെയൊക്കെ നല്ല ചികിത്സ ലഭ്യമായിട്ട് തീരുന്നുണ്ട്. എന്നാൽ കൊണ്ടുപോകാനായിട്ടുള്ള മുഖാന്തരങ്ങളില്ല. ഒരു ആംബുലൻസ്, പ്രത്യേകിച്ച് ആംബുലൻസ് സർവീസ് ഒക്കെ ഒരു നിശ്ചിത തുക 2 കിലോമീറ്റർ ദൈർഘ്യമേ ഉള്ളൂ എങ്കിൽ പോലും അവർക്കൊരു മിനിമം ചാർജ് ഒക്കെ ഉണ്ട്. അത് ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരമാണ്. ആയതിനാൽ നമ്മള് ഒരു ആംബുലൻസ് ഒരു സുമനസ് നമുക്ക് വാങ്ങി നൽകി. അത് ഫുൾ ടൈം ഇപ്പോൾ ഓടുന്നുണ്ട്. ഈ ഫെബ്രുവരി 8 ആകുമ്പോൾ അത് 3 വർഷം പൂർത്തിയാക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ മൊത്തം ഇപ്പോൾ 20 വർഷമായി. 2005 പ്രാർത്ഥിച്ച് ഈ ഉദ്യമത്തിന് നമ്മൾ ചുവടുവെക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിന്റെ സഹായവും സമതാല്പര്യക്കാരായിട്ടുള്ള ദൈവജനത്തിന്റെ കൈത്താങ്ങലുകളും പ്രാർത്ഥനയും പ്രോത്സാഹനവും കൊണ്ട് ഇതുവരെയും നമുക്ക് മുന്നേറുവാൻ ദൈവം സഹായിച്ചു. ഒരുപാട് പേരെ ചേർത്ത് പിടിക്കുവാൻ, അവരുടെ കണ്ണുനീർ ഒപ്പുവാൻ അത്യുന്നതനായ ദൈവം വലിയൊരു ഭാഗ്യം നൽകി. ഇന്നിപ്പോൾ ഈ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുടെയൊക്കെ കോടിയിൽ എത്തി എന്ന് അഭിമാനിക്കുമ്പോഴും കഷ്ടിക്ക് വകയില്ലാത്തവരുടെ എണ്ണം അനുദിനം ഏറുകയാണ്. വിപരീത ജീവിത സാഹചര്യങ്ങളാൽ വീണ് കയറുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. ഉടുമുണ്ട് മുറുക്കി കുത്തി വിശപ്പിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ, മാറാ രോഗങ്ങൾക്കൊക്കെ ശരീരം കീഴ്പ്പെടുമ്പോൾ ഒരു വേദന സംഹാരി പോലും വാങ്ങി കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ പിടയുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മളെ കൊണ്ട് ഒക്കുന്ന വിധത്തില് സഹായിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ ശാരീരികമായിട്ടുള്ള ആശ്വാസം മാത്രമല്ല നാം ലക്ഷ്യപ്പെടുന്നത്. സുഖമുണ്ടെങ്കിലും സുഖമില്ലെങ്കിലും ഒക്കെ ഇന്നല്ലെങ്കിൽ നാം കടന്നു. അസുഖമാണെന്ന് കരുതിയിട്ട് ഒരു ദിവസം മുമ്പെയോ അസുഖം ഒന്നുമില്ല എന്ന് കരുതിയിട്ട് ഒരു ദിവസം കൂടെ നാം അധികമോ ജീവിച്ചിരിക്കത്തില്ല. ദൈവം ഒരു സമയം കുറിച്ചിട്ടുണ്ട്. ആ സമയത്ത് എങ്ങനെയാണെങ്കിലും നാം പോയേ മതിയാവും. എന്നാൽ ആ നാള് വരെ ജീവിത ക്ലേശങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമായിട്ട് വർത്തിക്കുക. അതാണ് സഫറേഴ്സ് വോയിസ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. അതിന് സമൂഹം നൽകുന്ന, പ്രത്യേകിച്ചും ക്രൈസ്തവ സമൂഹം നൽകുന്ന പിന്തുണ ചെറുതല്ല. ക്രൈസ്തവ സമൂഹം മാത്രമല്ല,
നമുക്ക് എല്ലാ ഭാഗത്തു നിന്നുള്ള സഹായമാണെങ്കിലും പ്രോത്സാഹനമൊക്കെ ആണെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് വലിയ ആശങ്കകൾ കൂടാതെ നിന്ന് പോകുവാനായിട്ട് സ്വർഗം സഹായിക്കുന്നത്. ദൈവത്തിന്റെ അളവറ്റ കൃപയാണത്, കർത്താവിന്റെ കരുണയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. പക്ഷേ നാം ഈ ചെയ്ത കാര്യങ്ങളും ഇനി ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴും തുടക്കത്തിലാണെന്നുള്ളതാണ് വാസ്തവം. കാരണം ഇത്തരത്തിലൊക്കെ കഷ്ടം അനുഭവിക്കുന്നവരുടെ എണ്ണം അത് ആഴി പോലെ അനന്തമാണ്. ഇറങ്ങി ചെല്ലും തോറും ഏറുന്നത് അതിന്റെ ആഴവും പരപ്പും. ഇത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു മേഖലയിൽ. അത്ര കണ്ട ആൾക്കാര് നമ്മുടെ സഹായവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആശ്വാസവും ഒക്കെ അർഹിക്കുന്നവരായിട്ട് ഉണ്ട്. ഓരോ ദിവസവും തമിഴിൽ എഴുതിയ അപേക്ഷാ കത്തുകൾ പോലുമാണ് വരുന്നത്. കുറഞ്ഞത് ഒരു ദിവസം 3 പേരെങ്കിലും പുതുതായിട്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വിളിക്കും. നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാല് ഈ വിളിക്കുന്നവർക്ക്, ഈ നമ്മളെ ബന്ധപ്പെടുന്നവർക്ക് എല്ലാം കൊടുക്കത്തക്കവണ്ണമുള്ള ശേഷി ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ആരെയും മാറ്റി നിർത്തത്തില്ല. ഒരു 10 ദിവസം താമസിച്ചാലും എങ്ങനെയെങ്കിലും ഒക്കെ അവരെ കൂടെ സഹായിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും അവരെയും നമ്മുടെ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കുന്നുണ്ട്. എന്നാൽ വേദനാജനകമായിട്ടുള്ള മറ്റ് ചില സാഹചര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ 2-3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലും ഒരു സ്പോൺസറെ കണ്ടെത്തി ആ വ്യക്തിയെ വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറയും, ബ്രദറെ ഇനി സഹായത്തിന്റെ ആവശ്യമില്ല, ഇതിനോടകം ആ രോഗി ഡയാലിസിസ് ആകട്ടെ ക്യാൻസർ ആകട്ടെ കടന്നു പോയിട്ടുണ്ടാകും. അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം അന്നും ഇന്നും. ഇപ്പോഴും ഏതാണ്ട് ഡയാലിസിസ് പേഷ്യൻസ് മാത്രം 100 പേര് സഹായം അർഹിക്കുന്നവർ നമുക്ക് നിവൃത്തിയില്ലാത്തവരായിട്ട് ലിസ്റ്റിലുണ്ട്. എപ്പോഴും അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മുടെ കാണും. ആര് വിളിച്ചാലും അഡ്രസ് അന്നേരം നോട്ട് ചെയ്യും, പേര് നോട്ട് ചെയ്യും, ഫോൺ നമ്പർ നോട്ട് ചെയ്യും, കഴിവതും വേഗം എത്താമെന്ന് പറയും. പക്ഷെ പലപ്പോഴും ഈ നമ്മുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാരണം നടക്കത്തില്ല എന്നുള്ളതാണ് വലിയൊരു വാസ്തവം. ഡയാലിസിസ് പേഷ്യൻസിന് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഇതര രോഗികളും ഒത്തിരി ഉണ്ട്. ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, വൃദ്ധ മാതാപിതാക്കളുണ്ട്, വിധവകളുണ്ട്, മറ്റ് മെഡിസിൻ സഹായം ആവശ്യമായിട്ടുള്ളവരുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള കഷ്ടപ്പെടുന്നവരെ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തില് ഇപ്പൊ മുങ്ങിത്താരാൻ തുടങ്ങുന്നവർ കിട്ടുന്ന കച്ചിത്തുരുമ്പിനും വലിയ വിലയാണുള്ളത്. അത്തരത്തിലുള്ള ചെറിയ കച്ചിത്തുരുമ്പങ്കലമായി തീരുവാനായിട്ട് സാധിച്ചാലേ അത് ചെറുതല്ലാത്ത ഒരു ഗുണമാണ്. നമുക്കിപ്പം കഴിക്കാൻ ധാരാളം ആഹാരമുണ്ട്, ധരിക്കാൻ ഇഷ്ടംപോലെ വസ്ത്രമുണ്ട്, ബാങ്കിൽ ബാലൻസ് ഒക്കെ ഏറെ ഉള്ളപ്പോൾ ഇതിന്റെ വില നമ്മൾ മനസ്സിലാക്കത്തില്ല. അന്നേരം 3 നേരം കഴിക്കാനില്ലാത്തവന് ഒരു നേരത്തെ ഒരു ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിച്ചാലും അത് വലിയ വിലപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. പലപ്പോഴും നമുക്ക് അവരെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സാരം. ഇനി കണ്ടെത്തിയാലും ദൈവമക്കളൊക്കെ ആണെങ്കിൽ പോലും കണ്ടില്ല എന്ന് നടിച്ചങ്ങ് കടന്നു പോകും. എന്നാൽ വിശുദ്ധ തിരുവചനം പറയുന്നത് അപ്രകാരം നമ്മുടെ ജീവിത യാത്ര പൂർത്തീകരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം കയ്യിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ? ഇന്നല്ലെങ്കിൽ നാളെ നാം ഓട്ടോ ഒക്കെ തികച്ച് അങ്ങ് സിംഹാസനത്തിന് മുമ്പിൽ റിവാർഡ്സ് ഒക്കെ പ്രാപിക്കാനായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ കർത്താവ് ചോദിക്കുക, സഹോദര, നിന്നോടൊപ്പം നിന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, അവൻ എന്തിയെ? നിന്റെ അയൽക്കാരനായിട്ടുള്ള വ്യക്തി ഉണ്ടായിരുന്നല്ലോ, രോഗാതുരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാലൊക്കെ ക്ലേശിച്ച ഒരു വ്യക്തി, അവൻ എന്തിയെ എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ വാക്കുകൾ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഓടി പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾക്കൊക്കെ നേരെ ഒന്ന് ദൃഷ്ടി നടന്നത് അവരർഹിക്കുന്നതെല്ലാം നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചെന്നിരിക്കത്തില്ല. പക്ഷേ ചെറുതെങ്കിലും ഒരു കൈത്താങ്ങ് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാല് അതിൽ പരം ഒരു സന്തോഷം വേറെ ഉണ്ടാകത്തില്ല. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കൊടുക്കുന്നതെല്ലാം നഷ്ടമാണെന്നുള്ളൊരു ബോധ്യ പലർക്കും ഉള്ളത്. അതുകൊണ്ടാണ് പലരും കൊടുക്കുന്നതിൽ നിന്നൊക്കെ വൈമനസ്യം കാണിക്കുന്നത്. അങ്ങനെയല്ല. വാങ്ങിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തിലും എത്രയോ വലിയ മടങ്ങ് നമ്മുടെ ചെറിയ കൈത്താങ്ങ് കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ചർച്ചകളും നമ്മുടെ വിശ്വാസ സമൂഹവും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അങ്ങനെ ഒരു ശീലമുള്ളവരായിട്ട് സ്വഭാവമുള്ളവരായിട്ട് തീർന്നാലേ രീതിയിലൊക്കെ വിലാപങ്ങൾ കുറയും, വിശക്കുന്നവരായിട്ടുള്ള ആൾക്കാർ കുറയും, രോഗികളായിട്ട് അല്ലെങ്കിൽ ചികിത്സിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണം കുറയും. തീർച്ചയായിട്ടും അതിന് നാം കാണിക്കുന്ന വൈമനസ്യമാണ് ഒത്തിരി പേരെ അവരുടെ ക്ലേശങ്ങൾ ഇരട്ടിയാക്കി തീർക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ദരിദ്രന്മാർ നിങ്ങൾക്ക് എപ്പോഴും ചാരയുണ്ടല്ലോ. ദരിദ്രന്മാര് നമുക്ക് എപ്പോഴും ചാരയുണ്ട്. അത് അക്കാലത്തിലാണെങ്കിലും ഇക്കാലത്തിലാണെങ്കിലും കുറവല്ല. വിപരീത ജീവിത സാഹചര്യങ്ങളല്ല, പക്ഷേ
ആ, ഗൃഹനാഥന്മാരെയൊക്കെ ആശ്രയിച്ച് പോകുന്ന കുടുംബം അദ്ദേഹത്തിന് ആവതുള്ളിടത്തോളം, ആരോഗ്യമുള്ളിടത്തോളം ആശങ്കകൾക്ക് വകയൊന്നുമില്ല. ആ കുടുംബത്തിന് അദ്ദേഹം ആരോഗ്യം ഉണ്ടെങ്കിൽ പോയി അന്വേഷിക്കും, കൊണ്ടു കൊടുക്കും. ഇന്നിപ്പോൾ ജോലിക്കൊക്കെ പോകാനായിട്ട് സാധിച്ചാല് ചെറുതല്ലാത്ത ഒരു തുക കിട്ടും വൈകിട്ട്. അത് കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഒക്കെ പ്രാപ്തമാണ്. പക്ഷേ ഇദ്ദേഹം ഒരു തട്ടടിപ്പണിക്കാരനായിരിക്കും. നിർഭാഗ്യവശാൽ തട്ടിന്റെ മുകളിൽ നിന്ന് കാൽ വഴുതി വീണാൽ, അല്ലെങ്കിൽ ഒരു പെയിന്റർ ആയിരിക്കും, നിർഭാഗ്യവശാൽ പെയിന്റിങ്ങും ജോലിക്കിടെ ചാരത്തിൽ നിന്ന് വീണാല് ആ കുടുംബത്തെ ആശ്രയിച്ച് അദ്ദേഹത്തെ ആശ്രയിച്ച് പോകുന്ന ആ കുടുംബത്തിന്റെ ജീവിത താളം ആകെ തെറ്റും. ആദ്യമൊക്കെ ആരെങ്കിലും കാണും, ഒന്ന് കൊണ്ടുപോകുവാനോ, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുവാനോ, ഒരു നേരത്തെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുവാനോ ഒക്കെ ആരെങ്കിലും കാണും. എന്നാല് കാലക്രമത്തില് ഒരു വ്യക്തി പോലും ആ കുടുംബത്തിലേക്ക് ഒന്ന് എത്തി നോക്കുവാനോ, ഒരു ചെറിയ സഹായം പോലും ചെയ്യുവാനായിട്ടോ മുതിരത്തില്ല എന്നുള്ളതാണ് നമുക്ക് ഈ കണ്ട കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ആദ്യമൊക്കെ ആരെങ്കിലും ഒക്കെ വരും, നോക്കും, കാണും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നാൽ മാസങ്ങളോളം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി പോലും ആ കുടുംബങ്ങളിലേക്കൊന്നും എത്തി നോക്കാനല്ലാത്ത ഒരു സാഹചര്യം എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ ഒരു കരുതലും, നമ്മുടെ ഒരു കൈത്താങ്ങും, നമ്മളിലൂടെയുള്ള ദൈവസ്നേഹവും പ്രാർത്ഥനയൊക്കെ കൊടുക്കുന്ന ആശ്വാസം അത് വിലമതിക്കുവാനാകാത്തതാണ്. സ്വർഗം കിട്ടിയ സന്തോഷമാണ് അതിലൂടെയൊക്കെ അവർക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. അതെ പാസ്റ്റർ ഇങ്ങനൊരു മേഖലയിലേക്ക് ശ്രദ്ധ വരുവാൻ, കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം, അല്ലെങ്കിൽ അവരുടെ ശബ്ദമായി മാറണം എന്നൊരു ചിന്ത വരാനുള്ള കാരണം എന്താ? അതിനുള്ളൊരു ജീവിതാനുഭവം, അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഇൻസ്പിറേഷൻ ഉണ്ടായ സംഭവങ്ങളുണ്ടോ? ദൈവത്തിന്റെ ഒരു കരുണ എന്നല്ലാതെ ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ ചെറിയ പ്രായം തൊട്ടേ ഒരാളുടെ സങ്കടം കണ്ടാൽ എന്റെയും കണ്ണു നിറയും, ഒരാള് കരയുന്നത് കണ്ടാൽ എന്റെയും മനസ്സ് വേദനിക്കും. അത് അന്നല്ല ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരാളുടെ വേദന കണ്ടാൽ പെട്ടെന്ന് എനിക്കത് അയാളെയും കാട്ടി വേദന, ഒരു വേർപാടിന്റെ വേദനയാകട്ടെ, ഈ പറഞ്ഞതുപോലെ ഒരു രോഗത്തിന്റെ വേദനയാകട്ടെ, ഒരു ഇല്ലായ്മയുടെ വേദനയാകട്ടെ, ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള സങ്കടം, ഉണ്ടാകുന്നതിലധികമുള്ള സങ്കടം ഇതെനിക്ക് എന്നും തരാറുണ്ട്. അന്നേരം ഞാൻ എപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നവരോടാണെങ്കിലും നമ്മുടെ സഹകാരികളോടാണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വേദനയാ വാസ്തവത്തില് നമ്മുടെ ഈ ഒരു ശുശ്രൂഷയുടെ ഇന്ധനം. ഈ വേദന തീരുന്നതിൻ്റെ അന്ന് നമ്മുടെ ഈ ശുശ്രൂഷയും നിലയ്ക്കും. കാരണം ഈ വേദനയാണ് നമുക്ക് അവർക്ക് വേണ്ടി ഓടുവാനായിട്ടുള്ള പ്രചോദനം. അവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം എന്ന് വെച്ചാൽ ഈ ഒരു വേദനയാണ്. അങ്ങനെ ദൈവത്തിന്റെ പേരിൽ ആ ഒരു അനുഭവമാണ് എനിക്ക് ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തത്. അത് ഒരുപാട് പേരുടെ മറക്കാനാവാത്ത അനുഭവങ്ങൾ, നമ്മളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഒരു ആശ്വാസം ലഭിച്ചവരുടെ മറക്കാനാവാത്ത അനുഭവങ്ങൾ, അങ്ങനെ ചില അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റുമോ? ഒത്തിരി അനുഭവങ്ങളുണ്ട്. ദിവസവും ഇങ്ങനത്തുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളാണല്ലോ നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള ഭവനങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഒത്തിരി ഒരു വേറിട്ട അനുഭവം എന്ന് വെച്ചാല് 2005 ഒരു വൃത്തമാതാവിനെ കുറിച്ച് നമ്മുടെ തന്നെ ഒരു സഹകാരി, ബേബി സാം എന്നാണ് ആ സാറിന്റെ പേര്, കൊല്ലം സ്വദേശിയാണ്. കൊല്ലം ടൗൺ YMCA ഒക്കെ പ്രസിഡന്റ് ആയിരുന്ന ബേബി സാം നമ്മളോട് പറഞ്ഞു. ഇന്ന് പുള്ളി കർത്താവിൽ വിശ്രമിക്കുകയാണ്. അന്നേരം അദ്ദേഹത്തിൽ നിന്ന് മീനാക്ഷി എന്ന അമ്മയുടെ പേര്, ആ മീനാക്ഷി എന്ന അമ്മയെ കുറിച്ച് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. അങ്ങനെ ഞാനും വേറൊരു ബ്രദറും കൂടെ ഈ വൃത്തമാതാവിന്റെ സങ്കടങ്ങൾ നേരിട്ട് കാണുവാൻ, വിലയിരുത്തുവാനായിട്ട്, നിജസ്ഥിതി ഒന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് മീനാക്ഷിയുടെ വീട്ടിലേക്ക് ചെന്നത്. മീനാക്ഷിയുടെ വീടെന്ന് പറയാൻ ഒക്കത്തില്ല. മീനാക്ഷിയുടെ വീടെന്ന് പറയുന്ന കൂട് ചെറിയൊരു കാറ്റിൽ പറന്നു പോകാം, നല്ലൊരു മഴയിൽ നിലം പൊത്താം, ചാണകം പോലും മെഴുകാത്ത മൺതറയ, ചോർന്നൊലിക്കുന്ന കൂര, അതിന്റെ മുറ്റത്തിരുന്ന് മീനാക്ഷി തന്നെ 3/4 മണിക്കൂറോളം സമയം ഞങ്ങളോട് സംസാരിച്ചു. മീനാക്ഷിയുടെ ഓരോ വാചകങ്ങളും തീരുന്നത് അച്ചു എന്ന് തന്റെ മകനില്ല. 86 വയസ്സുള്ള വാർദ്ധക്യം പൂണ്ട ഈ മാതാവിന്റെ മകൻ അച്ചു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ മധ്യവയസ്കനായിട്ടുള്ളൊരു യുവാവിനെയാണ് മുന്നിൽ കാണുന്നത്. എന്നാല് എന്നിട്ടും എന്തുകൊണ്ട് ഈ അമ്മ ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഒരു നേരത്തെ മരുന്നിനോ ഒക്കെ ആയിട്ട് കൊല്ലം കിളിക്കല്ലൂരിലെ ഓരോ ഭവനത്തിന്റെ മുമ്പിൽ ചെന്ന് മിനിറ്റുകളോളം കൈനീട്ടി നിൽക്കേണ്ടി വരും? നമ്മുടെ മനസ്സിൽ അങ്കുരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു മകൻ ഉണ്ടായിരിക്കും, എന്തുകൊണ്ട് ഈ അമ്മ ഇന്നും ഭിക്ഷ എടുത്ത് ജീവിക്കേണ്ടി വരുന്നു? ഒടുവില് ഞങ്ങൾ മീനാക്ഷിയോട് തന്നെ ചോദിച്ചു, അമ്മ ആ മോൻ എവിടെയാണ്? ഒരു സങ്കോചവും കൂടാതെ അമ്മ പറഞ്ഞു, അവൻ മുറിക്കുള്ളിലുണ്ട്. മുറിക്കെന്ന് വെച്ചാൽ ഈ കൊച്ചു കൂരയ്ക്കുള്ളിലുണ്ട്.
എന്നാൽ അവനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാമല്ലോ, അവനെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ മീനാക്ഷിയോട് ചോദിക്കുന്നത്, അവനെ ഒന്ന് വിളിക്കാമോ എന്ന്. ഒട്ടും വൈമനസ്യം കൂടാതെ അമ്മ തൊട്ടടുത്ത നിമിഷം തന്നെ നീട്ടി വിളിച്ചു, മോനെ അച്ചു. അച്ചു അത് ഞങ്ങളുടെ മുന്നിൽ നിന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം ഈ 1/4 മണിക്കൂറോളം സമയം ഓരോ വാചകത്തിലും ഇടമുറിയാതെ ഈ അമ്മ തന്റെ മകൻ അച്ചു 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 എന്ന് സംബോധന ചെയ്ത് സംസാരിച്ചു പോന്നത് ഒരു വ്യക്തിയായിരുന്നല്ലോ, പ്രത്യേകത അതൊരു പട്ടിയായിരുന്നു. ഈ പട്ടി മാത്രമായിരുന്നു മീനാക്ഷിക്ക് ഇന്നിഹത്തിൽ തുണ. ഓർമ്മ വെക്കുന്നതിന് മുമ്പേ മീനാക്ഷിക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പേ തന്റെ പിതാവ് മരിച്ചുപോയി. ഈ മീനാക്ഷി പിച്ച നടക്കുന്ന പ്രായത്തിൽ അമ്മയും മരിച്ചുപോയി. പിന്നെ ഏക സഹോദരൻ ഭൈരവന്റെ സംരക്ഷണയിലാണ് മീനാക്ഷി വളർന്നു വരുന്നത്. 8 പ്രായം എത്തിയപ്പോൾ തന്നെ വിവാഹം കഴിപ്പിച്ചു. പക്ഷേ താനൊരു പൂർണ്ണ ഗർഭിണിയായിരിക്കെ ഈ മീനാക്ഷിയെ ഒരു വാടക വീട്ടിലാക്കി മീനാക്ഷിയുടെ ഭർത്താവ് വേറൊരു ബന്ധം തേടി യാത്രയായി. ഈ വർദ്ധിച്ച കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കൊക്കെ നടുവിൽ മീനാക്ഷി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അപ്പോൾ മീനാക്ഷിയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. ഇനി യവൻ എനിക്ക് തുണയായി തീരും, ഈ പൈതൽ എന്റെ കൂടെ കാണും. പക്ഷേ 3.5 വയസ്സുള്ളപ്പോൾ ഈ കുഞ്ഞും മരിക്കുകയാണ്. ജന്മം നൽകിയ മാതാവും പ്രതീക്ഷയോടെ വളർത്തിയ പിതാവും പിന്നീട് തണലായി തീർന്ന സഹോദരൻ ഒടുവിൽ ഈ കുഞ്ഞും മരിച്ചപ്പോൾ മീനാക്ഷിക്ക് പിന്നെ ആരുമില്ല ലോകത്തിൽ തുണ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് വന്ന് കൂട്ടുകൂടിയ ഒരു പട്ടിയ ഞാൻ ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ മീനാക്ഷിക്ക് ആകെ തുണയായിരുന്നു. അതിന്റെ ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ആദ്യമൊക്കെ നമ്മൾ ചർച്ചകളിലൊക്കെ ഇങ്ങനെ കണ്ട ഈ കാഴ്ച മീനാക്ഷിയുടെ ജീവിതാനുഭവം ഒക്കെ പറയാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസിയൊക്കെ ഒന്നും അതങ്ങ് അത്ര കണ്ട് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാഞ്ഞത് കൊണ്ട് മീനാക്ഷിയും ഈ അച്ചു എന്ന നായികയും തമ്മിലുള്ള ഇഴപിരിയാത്ത ബന്ധത്തെ ഞങ്ങളൊരു 3 മിനിറ്റ് ക്ലിപ്പില് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ജീവിതങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന തൊട്ടറിയുന്ന ജീവിതങ്ങൾ ഒരിക്കലും മറക്കാനൊക്കത്തില്ല. ഇത്തരത്തിൽ വേദന നിറയ്ക്കുന്ന ഇത്തരത്തിലുള്ള ജീവിതങ്ങളെ വേറിട്ട കാഴ്ചകൾ ഒത്തിരി ഉണ്ട് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അതെ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ, പ്രൊവിഷൻ നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കരുതൽ അനുഭവിച്ച അനുഭവങ്ങൾ ഓർമ്മയിലുണ്ടോ? അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് പ്രൊവൈഡ് ചെയ്തത് മിനിസ്ട്രിക്ക് വേണ്ടി മാത്രമല്ല പാസ്റ്ററെ, വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ച അനുഭവങ്ങൾ, അതുപോലെ നേരിട്ട ചലഞ്ചസ്, ഇതൊക്കെ പാസ്റ്റർക്ക് പറയാം. ഈ മീനാക്ഷി തന്നെ ജീവിതത്തിലെ അത്തരത്തിലുള്ള വലിയ ഒരു വഴിത്തിരിവിന് മറ്റൊരു ദർശനത്തിന് മുഖാന്തരമായിട്ടുണ്ട്. ഈ മീനാക്ഷിയെ ഈ നരകയാതകളുടെ കുടിലിൽ നിന്ന് അടർത്തി മാറ്റി ഒരു സദനത്തിന് തണലിലാക്കുവാനായിട്ട് ഞങ്ങൾ ചെയ്ത പരിശ്രമം ചെറുതല്ല. കാരണം വെച്ചാൽ അത്ര കണ്ട് മോശപ്പെട്ട ഭവന സാഹചര്യം, അത്ര കണ്ട് മോശമായിട്ടുള്ള ജീവിത സാഹചര്യം, അന്നേരം അവിടെ അവർ ഒടുങ്ങുമെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയതുകൊണ്ട് ഏതെങ്കിലും ഒരു വൃത്തസദനത്തിന്റെ തണലിൽ അവരെ കൊണ്ടെത്തിക്കുക. അപ്പോഴെല്ലാം മീനാക്ഷി സ്നേഹത്തോട് പറയും, മക്കളെ നിങ്ങൾ വിളിച്ചാല് ഞാൻ എവിടെ വേണമെങ്കിലും വരാം, മറിച്ചാണെങ്കിൽ ഇതിനുള്ളിൽ തന്നെ എന്റെ ജീവിതം അവസാനിക്കട്ടെ. ആ അമ്മയുടെ വാക്കുകള് മറ്റൊരു ദിശാബോധം നമുക്ക് നൽകി. ഞാന് അമ്മയുടെ വാക്കുകൾ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രതിധ്വനിക്കുന്നത് കൊണ്ട് 5 രൂപ പലിശയ്ക്ക് ഒരു 50,000 രൂപ പലിശയ്ക്ക് എടുത്തിട്ട് ഒരു ഭൂമി കണ്ടപ്പോൾ, 1 ഏക്കർ 5 സെന്റ് ഭൂമിയുണ്ട്, അതിലൊരു ഓൾഡ് ഏജ് ഹോം തുടങ്ങുവാനായിട്ട് ഞാൻ അഡ്വാൻസ് ചെയ്തു. ശേഷം ഏതാണ്ട് 10-90 ദിവസം കൊണ്ട് ബാക്കി പൈസ അത്രയും അവർക്ക് കൊടുക്കണമായിരുന്നു. ഈ മീനാക്ഷിയാണ് അതിന് കാരണം. കർത്താവിന്റെ കൃപയാല് ആ ഒരു നോട്ടീസൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്തു. നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മുടെ ഈ മനസ്സും പ്രവർത്തനങ്ങളും ഒക്കെ അറിയാവുന്ന വളരെ പേര് സമൂഹത്തിലും ചുറ്റുവട്ടങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരുടെ അകമഴിഞ്ഞ കൈത്താങ്ങളോടെ 2012 ആ 1 ഏക്കർ 5 സെന്റ് ഭൂമി ഇത്തരത്തില് മക്കൾ നഷ്ടപ്പെട്ടവർക്ക്, മക്കളുണ്ടായിട്ട് അവർ നാട് വിട്ടോ നഷ്ടപ്പെട്ടോ പോയവർക്ക്, മക്കളുണ്ടായിട്ട് നോക്കാൻ വകയില്ലാത്തവർക്ക്, മക്കളുണ്ടായിട്ട് നോക്കാൻ മനസ്സില്ലാത്തവർക്ക് വേണ്ടി ഒരു സദനം ആരംഭിക്കാൻ ഒരുക്കിയാണ് നമ്മൾ വാങ്ങിച്ചത്. കർത്താവിന്റെ കൃപയാല് ദൈവം അനുവദിച്ചാല് അതിന് പിന്നെ കുറച്ച് ബാധ്യതകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ദൈവം അനുവദിച്ചാല് അടുത്ത മാസത്തോടെ അതിന്റെ പണി ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ദർശനവും നമ്മുടെ ഈ പ്രവർത്തനങ്ങളും ഒക്കെ മനസ്സിലാക്കിയ നമ്മുടെ ഒരു സഹകാരി, പേര് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അത് ഇഷ്ടമാകത്തില്ലായിരിക്കും, അതുകൊണ്ടാണ് പെർമിഷൻ ഇല്ലാതെ ഞാൻ പേര് പറയുന്നില്ല. ഈ ഓൾഡ് ഏജ് ഹോം 30 പേരുടെ അക്കോമഡേഷൻ അവിടെ ചെയ്തു തരുവാനായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ഒക്കെ തയ്യാറാക്കി പഞ്ചായത്തിൽ നിന്ന് അതിന്റെ പെർമിഷനൊക്കെ എടുത്ത് ദൈവം അനുവദിച്ചാൽ അടുത്ത മാസത്തോടെ അതിന്റെ പണികളും തുടങ്ങാമെന്ന് വിശ്വസിക്കുകയാണ്. അത് ഇങ്ങനെയൊക്കെയുള്ള
നമുക്ക് ഉണ്ടാകുന്ന ബോധ്യങ്ങളിൽ നിന്ന് നമ്മുടെയൊക്കെ ദർശനങ്ങൾ പൂവണിയുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. അത് ചില്ലറയല്ലാത്തൊരു കാര്യമാണ്. ഇതുപോലെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളെ ദിനവും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ അത് ഒത്തിരിയാണ്. ചിലപ്പോൾ എല്ലാ പേരുകളും ഒക്കെ ഇതിൽ ഉരുവിടുന്നതും നല്ലതാകത്തില്ല. ഇത്തരത്തിലുള്ള ദൈവത്തിന്റെ ഇടപെടലുകൾ, ദൈവത്തിന്റെ സഹായം, സർവോപരി സമതാല്പര്യക്കായിട്ടുള്ള ദൈവജനത്തിന്റെ പങ്കാളിത്തം ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം അങ്ങനെ ത്യാഗം സഹിച്ചിട്ടും ദൈവിക ശുശ്രൂഷയിൽ പങ്കാരായിത്തീരുന്നതാണ്. എല്ലാവരും നമ്മളെ തന്ന് സ്നേഹിക്കുന്നവര്, തന്ന് പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഒരു വലിയ കൂട്ടമുണ്ട്. അവരോടൊക്കെ എത്ര നന്ദി. സ്വർഗത്തിൽ ദൈവം കഴിഞ്ഞാലേ ഇന്നകത്തിൽ ശുശ്രൂഷ കടപ്പെട്ടിരിക്കുന്നത് ഓരോരുത്തരോടുമാണ്. പലർക്കൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ചെയ്യുവാനായിട്ട് അറിയത്തില്ല, കൊടുക്കുവാനായിട്ട് അറിയത്തില്ല. ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ പാടുന്നത് പോലെ, മനോഹരമായിട്ട് പ്രസംഗിക്കുന്നത് പോലെ, മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ദാനം ചെയ്യുക എന്നുള്ളതും ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റാണ്. ആ ഒരു വരവും എല്ലാവർക്കും ഇല്ല. ഉള്ളവര് മേൽക്കുമേല് 10-30 വർഷമായിട്ട് ഞാൻ ഈ ഭവനങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട്. അത് കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ള കാര്യം, ഈ തന്നത് കൊണ്ട് ഒരാൾ പോലും, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരാൾ പോലും താപ്പോട്ട് പോകുന്നത് കണ്ടിട്ടില്ല. അവരാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും തലമുറകളൊക്കെ ആണെങ്കിലും മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന, ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവമുള്ളവരായിട്ട് അത് ദേശത്ത് നിൽക്കുന്നുണ്ട്. ഒരാൾക്ക് പോലും ഒരു നഷ്ടമോ ഒരു കോട്ടമോ വരുന്നത് കാണുവാൻ ഇന്ന് വരെയും ദൈവം ഇടയാക്കിയിട്ടില്ല. എന്നാല് നാം ഈ നൽകുവാനായിട്ട് കാണിക്കുന്ന വിമുഖത, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവ് തന്നെ പറഞ്ഞു, ദരിദ്രന്മാരെപ്പോഴും നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ടല്ലോ. നമ്മൾ സമയബന്ധിതമായിട്ട് അവരെ സഹായം എല്ലാവർക്കും ഒപ്പിച്ച് പിന്നീട് എന്നുള്ളതിന് അർത്ഥമില്ല. സമയബന്ധിതമായിട്ട് അവരെ സഹായിക്കണം. തക്ക സമയത്തായിരിക്കണം നമ്മുടെ സഹായത്തിന്റെ ഹസ്തം അവർക്ക് ഉണ്ടായിത്തീരുന്നത്. പിന്നീട് ചെയ്തിട്ടും കാര്യമില്ല. ആ വ്യക്തിയെ നമുക്ക് കിട്ടണമെന്നില്ല, ആ വ്യക്തി അവിടെ ഉണ്ടാകണമെന്നില്ല. ആയതിനാൽ തന്നെ നാം ഇതിന് നൽകുവാനായിട്ട് നാം കാണിക്കുന്ന കാലതാമസം അത് പ്രാപിക്കുവാൻ നിയമിതനായവന്റെ ജീവിത ക്ലേശങ്ങൾ ഇരട്ടിയാക്കി തീർക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വാസ്തവം. ചുറ്റുവട്ടത്ത് ഒരാള് ക്യാൻസറാൽ ഭാരപ്പെടുന്നുണ്ടാകാം, ആഴ്ചയിൽ 2-3 ഒക്കെ ഡയാലിസിസ് ആകാം. ഒരു വഴിക്കാശെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഭവനത്തിൽ ഒരു അംഗത്തിന് ഡയാലിസിസ് വരുമ്പോഴാണ്, നമുക്കറിയാം 4 മണിക്കൂറാണ് ഇതിന്റെ ഡ്യൂറേഷൻ. അത് തുടങ്ങുന്നത് പ്രതി വാരം 2 കൂടിയാണ്. നമ്മുടെ ക്രിയാറ്റിനും സോഡിയവും അതുപോലെ തന്നെ പൊട്ടാസ്യവും ഒക്കെ ബ്ലഡിൽ ക്രമമായിട്ട് നിൽക്കണമെങ്കിൽ ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്യണം. 4 മണിക്കൂർ ദൈർഘ്യം. ചുരുക്കം പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം അതിനു വേണ്ടി ചെലവാകും. നമുക്ക് അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ഒന്നും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കെ അത്തരത്തിൽ ഒരാൾ മുന്നിൽപ്പെട്ടാല് നമുക്ക് ഒരാളെ സഹായിക്കുന്നതിന് നാം ബാധ്യസ്ഥരാണ്. അതിനൊട്ട് നാം വിമുഖത കാട്ടരുത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വീണ്ടും നമ്മെ തേടിയെത്തും എന്നുള്ളതാണ് മനസ്സിലാക്കിയെടുത്തോളമുള്ള വാസ്തവം. ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെയുള്ള പ്രിയപ്പെട്ടവരുടെ ഇടയിലുള്ള പ്രവർത്തനം ചെറുതല്ലാത്ത ഒരു തിരിച്ചറിവ് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ദൈർഘ്യം അല്ലെങ്കിൽ അതിന്റെ ആകെത്തുക പലരും ഒക്കെ ഇങ്ങനെ പെടാപ്പാട് പെടുന്നത് കണ്ടിട്ടുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാനായിട്ട്, അത് ധനമാകട്ടെ സ്ഥാനമാനങ്ങളാകട്ടെ എന്ത് തന്നെയാണെങ്കിലും ഈ പ്രിയപ്പെട്ടവരുടെയൊക്കെ ജീവിതത്തെ വെച്ച് തുലനം ചെയ്യുമ്പോഴാണ് അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാകുന്നത്. ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു അനുഭവം. നമ്മൾ എന്തൊക്കെ നേടിയാലും, നമ്മുടെ സമ്പത്താകട്ടെ, നമ്മുടെ മിനിസ്ട്രിയിലെ ഒരാളുണ്ട്, പുള്ളിക്ക് ഞാൻ പേര് പറയുന്നില്ല, 2-3 ലോറിയും 16 ജീവനക്കാരും സ്വന്തമായിട്ട് തടിമില്ലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. എല്ലാവരും ഈ ഡയാലിസിസ് ഒക്കെ അല്ലെങ്കിൽ ക്രിയാറ്റിൻ ആദ്യം കൂടി തുടങ്ങുമ്പോഴൊക്കെ ഒരിക്കലും നമ്മൾ കൊച്ചു ഹോസ്പിറ്റലൊന്നും പോകത്തില്ല. അത് വെച്ച് പൈസയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും പോകത്തേയില്ല. മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്നെന്ന് നമുക്ക് ബോധ്യമുള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോകും. സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല് ആ 1-2 വർഷം കൊണ്ട് നമുക്കുള്ളതെല്ലാം അവരുടെ കൈകളിലെത്തും. അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്ന 10-16 ജോലിക്കാരും 2-3 ലോറിയും സ്വന്തമായിട്ടൊരു തടിമില്ലും ഒക്കെ ഉണ്ടായിരുന്ന ആള് അവസാനം എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് 3 വീടുകളിലായിട്ട് ആ കുടുംബം വിഭാഗിച്ചു പോയി.
താനും വൈഫും കൂടെ ഒരു ബന്ധു വീട്ടിൽ എല്ലാവർക്കും കൂടെ ചെന്ന് നിൽക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി പോകത്തില്ലേ? അതുകൊണ്ട് താനും വൈഫും കൂടെ ഒരു ബന്ധു വീട്ടിൽ പോയി നിന്നു. തന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ, രണ്ടാൺമക്കളെ, അവരെ വേറൊരു ബന്ധു വീട്ടിൽ കൊണ്ടാക്കി. വാർദ്ധക്യം പൂണ്ട മാതാവിനെ മറ്റൊരു ഭവനത്തിലാക്കി. സമൂഹത്തിൽ നല്ല നിലയിൽ നല്ല സ്റ്റാറ്റസിലൊക്കെ ജീവിച്ചു വന്ന ഒരാളുടെ രോഗവും അനുബന്ധ സംഭവങ്ങളും ഞാൻ സൂചിപ്പിച്ചത്. വസ്തുവകകളെല്ലാം വിൽക്കപ്പെട്ടു പലപ്പോഴായിട്ട്. വണ്ടി നഷ്ടമായി, മില്ല് നഷ്ടമായി, അതിലുണ്ടായിരുന്ന സകല തടികളും നഷ്ടമായി. ഒടുവിൽ പുള്ളിയുടെ പൂർവ്വകാല ജീവിതമൊക്കെ അറിയാകുന്ന പാർട്ടി പ്രവർത്തകർ ഒരു ലൈഫിന്റെ വീടും ഒരു തുണ്ട് ഭൂമിയും ഇദ്ദേഹത്തിനായിട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാലും ഈ കോവിഡൊക്കെ വന്നപ്പോൾ എത്രയോ സഹമന്ത്രിമാരാണ് മരണപ്പെട്ടത്, അല്ലെ? നോട്ടുകെട്ടുകൾക്കൊക്കെ പേപ്പറിന്റെ വില പോലും ഇല്ലാത്ത സമയങ്ങള് എത്ര കണ്ട് നാം അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ കർത്താവിന് പ്രഥമസ്ഥാനം കൈ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാലേ തീർച്ചയായിട്ടും അതിൽ പരം വലിയൊരു സന്തോഷമില്ല. എൻ്റെ ഈ കൊച്ചു ജീവിതവും ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രീ ഡിഗ്രിക്ക് ശേഷം നേരെ ബൈബിൾ കോളേജിൽ പോയി അങ്ങനെയുള്ള ഈ മിനിസ്ട്രി ലൈഫുമായിട്ടൊക്കെ ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് ഒത്തിരിയും പറയാനായിട്ടുള്ളത്. എപ്പോഴും കാണുകയും കേൾക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നത് ആ ഒരു മേഖലയിലാണ്. ആയതിനാൽ തന്നെ നമ്മുടെ ചിന്തയാണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ അതിനു വേണ്ടി ഉള്ളതാണ്. പിന്നെ ഈ ലൈഫിൽ ജീവിതത്തിൽ ഓർക്കാനായിട്ട് സാധിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം എനിക്ക് എഴുതുവാനായിട്ടുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട്. ബൈബിൾ കോളേജിൽ ആയിരിക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് എഴുതി തുടങ്ങിയത്. ഞാൻ ബൈബിൾ കോളേജിൽ ആയിരുന്നതിന് ശേഷം 1.5 വർഷത്തോളം അവിടെ ലൈബ്രറിയറിനായിട്ട് കൂടി സേവനം അനുഷ്ഠിച്ചു. അന്നേരം ഒത്തിരി പുസ്തകങ്ങളുടെ നടുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് എഴുതി തുടങ്ങിയതാണ്. ആദ്യം കൊട്ടേഷൻസിന്റെ ഒരു സമാഹാരം കർത്താവിന്റെ കൃപയാല് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. നല്ലൊരു സ്വീകാര്യത അന്നുണ്ടായി. കാരണം എന്ന് വെച്ചാല് നമ്മളുടെ മെസ്സേജിനിടയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ആണെങ്കിലും നമ്മെക്കാള് വിവിധ മേഖലകളിൽ പ്രമുഖരായിട്ടുള്ളവരുടെ ഉദ്ധരണികൾ വളരെ പ്രയോജനം ചെയ്യുമെന്ന് കണ്ടിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത്. കർത്താവിന്റെ കൃപയാല് അത് നല്ലൊരു സ്വീകാര്യത ഉണ്ടായി. രണ്ടാമതായിട്ട് ക്രിസ്തുവിന് അനശ്വര സാക്ഷികൾ എന്നൊരു പുസ്തകം, അത് CSS ക്രൈസ്തവ സാഹിത്യ സമിതി തിരുവല്ല ആസ്ഥാനമായിട്ടുള്ള പ്രസിദ്ധീകരിക്കുവാൻ ഇടയായി തീർന്നു. ഒരുപാട് പേരുടെ ജീവിതത്തെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൽ അനശ്വരനായി തീർന്ന ചില മഹത് വ്യക്തിത്വങ്ങളെ, D.L. മൂഡി, ജോർജ് മുള്ളർ, C.H. സ്പർജൻ, കക്കാവ, വില്യം കേറി, അങ്ങനെയൊക്കെയുള്ള കർത്താവിൽ അനശ്വരരായി തീർന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ അതിലൂടെ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഒടുവിലായിട്ട് ആനുകാലിക സംഭവങ്ങൾ തിരുവചന വെളിച്ചത്തിൽ എന്ന മറ്റൊരു ഗ്രന്ഥം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് ആദ്യ പതിപ്പ് ചെയ്തത് അങ്കമാലി ആസ്ഥാനമായിട്ടുള്ള ഗ്രേസ് പബ്ലിക്കേഷൻസ് ആണ്. കർത്താവിൽ നിന്ന് വിശ്രമിക്കുന്ന ജോസ് തുടിയൻ സാറാണ് അതിന്റെ ഫസ്റ്റ് ചെയ്തത്. സാറിന്റെ കാലശേഷം നമ്മളിപ്പോൾ നല്ല ശമരിൻ പബ്ലിക്കേഷൻസ്, നമ്മുടെ സഫറൈസ് വോയിസ് ഓഫ് ഇന്ത്യയുടെ തന്നെ പ്രസിദ്ധീകരണ വിഭാഗമാണത്. നമ്മൾ ഏറ്റെടുത്ത് വീണ്ടും അതിന് മറ്റൊരു പതിപ്പ് കൂടി ചെയ്യുക ദൈവം ഇടയാക്കുന്നത്. ഇതിലൂടെയൊക്കെ കൂടിയും നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെ പൊതുസമൂഹത്തിന് പകർന്നു കൊടുക്കുവാന്, അവരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ ഓർക്കുമ്പോൾ സന്തോഷമുളവാകുന്ന ഒരു കാര്യമാണ് അത്. പക്ഷെ ഇന്നത്തെ ഈ തിരക്ക്, ഇന്നിപ്പം പുസ്തകം വായിക്കുന്നവരില്ല. അല്പസമയം കിട്ടിയാൽ യൂത്ത്സ് ആണെങ്കിലും മറ്റുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും കിട്ടുന്ന സമയം മൊബൈൽ ഒന്ന് സ്ക്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് പരതുവാനായിട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോ ഒരു കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താലും അത് വായിക്കാൻ ആളില്ല, ചെലവാകണമെന്നില്ല. അതുകൊണ്ട് ഇന്നിപ്പോ അതിന് അധികം സമയം കണ്ടെത്താറില്ല. ഇങ്ങനെയൊക്കെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഏത് വിധേനയാണെങ്കിലും ഒരേ ആഗ്രഹമുള്ളൂ, നമ്മുടെ ജീവിതം അവസാന ശ്വാസം വരെ കർത്താവിന്റെ വരവോളം, മറിച്ചായാലും മരണം വരെ ഇത്തരത്തിലുള്ള സഹജീവികൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ദൈവനാമ മഹത്വത്തിനൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഉപകാരമായിട്ട് തീരണം. ഈ പറഞ്ഞ ഒരു മെഴുകുതിരി പോലെ എരിഞ്ഞു തീരണമെന്നൊരു ആഗ്രഹവും ആശയമാണ് ഉള്ളത്. ഒത്തിരി സന്തോഷമുണ്ട് ഇപ്രകാരം ആസാദി ചാനലിലൂടെ നമ്മുടെ മനസ്സൊന്ന് തുറക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തെ ആണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിലും ഒന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ഒരവസരം. പലപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഒരു കൊച്ചു പരിമിതിക്കുള്ളിൽ എപ്പോഴും ഒതുങ്ങിപ്പോവും. മറ്റുള്ളവർ തിരിച്ചറിയണമെന്നൊന്നുമില്ല. എന്നാൽ എങ്ങനെയൊക്കെയുള്ള ദൈവദാസന്മാര്, എങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങളിലൂടെ മറ്റുള്ളവർ കൂടി ഈ ദർശനങ്ങളെയൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഉള്ള സന്തോഷം തീർന്നല്ല, അതിലൂടെ എന്തെങ്കിലും നേട്ടം നമുക്ക് ഉണ്ടാകും എന്നുള്ളതല്ല കൃത്യത. മറ്റുള്ളവരെന്ന് അറിയുകയും ഒരു വാക്കെങ്കിലും അതേ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നാല് അത് ചില്ലറയില്ലാത്ത ഒരു സന്തോഷമാണ്.
സകലത്തെക്കാളും വിലയേറിയതാണ് നമ്മുടെ പ്രാർത്ഥന. ഒത്തിരി ഒന്നും നമുക്ക് കൊടുക്കാനായിട്ട് ഒരു പക്ഷേ കാണത്തില്ല. പക്ഷേ ഒരു വാക്ക് ഇത്തരത്തിലൊക്കെയുള്ള കഷ്ടപ്പെടുന്ന സാഹചര്യം ഓർത്തൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാലേ അതിന് ഉണ്ടായിത്തീരുന്ന അർത്ഥം, അതിലൂടെ ദൈവത്തിന്റെ ദൃഷ്ടി ആ വിഷയങ്ങളിൽ മേലും നടുവാൻ നമുക്ക് സാധിക്കും. കർത്താവ് ഒരു വിഷയത്തിന്മേൽ ദൃഷ്ടി നട്ടാലേ തന്റെ ഐഹിക ജീവിത കാലയളവിൽ ഒരുപാട് പേര് കർത്താവിനെ എതിർപ്പെടുന്നുണ്ട്. കർത്താവിനെ എതിർപ്പെടുന്നത് ഒരു കുരുടനാണെങ്കിൽ അവന് കാഴ്ച കൊടുത്തിട്ടല്ലാതെ കർത്താവ് ഒരു ചുവട് പോലും മുന്നോട്ട് പോകത്തില്ല. ഇനി അതൊരു ചെകിടനാണെങ്കിൽ കർത്താവ് അവന് കേൾവി കൊടുത്തിട്ടല്ലാതെ ഒരു ചുവട് പോലും വയ്ക്കത്തില്ല. ഒരു കുഷ്ഠരോഗിയാണെങ്കിൽ തൊട്ട് സൗഖ്യം കൊടുക്കും. ഇനി ഒരു ശവമഞ്ചം തന്നെ കർത്താവിന്റെ ജീവിതയാത്രയ്ക്ക് എതിർ ഭവിച്ചാലും അതിലെ വിഷയത്തിന് പരിഹാരം കൊടുത്തിട്ടേ കർത്താവ് മുന്നോട്ട് പോയിട്ടുള്ളൂ. എന്നാലേ എല്ലാം കണ്ടിട്ട് ഒന്നും കണ്ടില്ലെന്ന് നടിച്ചെന്ന് ഒത്തിരി പേര് കടന്നു പോകുന്നുണ്ട്. അതിൽ അർത്ഥമൊന്നുമില്ല. അത് ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങളിൽ കൂടി നമ്മുടെ ആശയങ്ങളും നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ദർശനവും ഒക്കെ ഒന്ന് പങ്കിടപ്പെടുമ്പോൾ ആരെങ്കിലും ഇതുപോലെ അതിൽ ശ്രദ്ധാലുക്കളായി തീർന്നാൽ അത് കൊണ്ടുവരുന്ന സന്തോഷം, അത് കൊണ്ടുവരുന്ന അനുഗ്രഹം ചില്ലറയല്ലാത്തതാണ്. അതിനെ ഉദ്യമിക്കുന്ന പ്രിയ ദേവദാസനെ, ഈ ആസാദി ചാനലിനെ ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട് ഇത്തരത്തില് ഇരിക്കുവാൻ. നമ്മുടെ മനസ്സിലെ നമ്മുടെ ദർശനമാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും ചെറിയ ജീവിതമൊക്കെ ആണെങ്കിലും പങ്കിടുവാനായിട്ട് ലഭിക്കുന്ന ഈ അവസരം വിലമതിക്കുവാനാകാത്തതാണ്. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു ദേവദാസനെ. ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതിൽ, പ്രത്യേകിച്ച് മിനിസ്ട്രിയെ കുറിച്ചൊക്കെ പങ്കുവെച്ചതിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ അടുത്ത ദിവസം നമ്മൾ റെക്കോർഡ് ചെയ്ത, ഇതുവരെയും അത് പബ്ലിഷ് ചെയ്തില്ല, ഒരു ജീവിതാനുഭവത്തിൽ ആ വാത്സല്യമുള്ള സഹോദരി പറഞ്ഞൊരു കാര്യം, കർത്താവുമായിട്ട് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സ്വഭാവം ആ സഹോദരിക്കുണ്ട്. അപ്പോൾ ഒരു ദിവസം കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവച്ചൻ പറയുക, ഞാൻ ഇത്രയും നാൾ നിൻ്റെ കൂടെ നിന്നിട്ട് നീ എനിക്കൊരു ചായ ഇട്ട് തന്നില്ലല്ലോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളൊന്നും ഷോക്ക്ഡാകും. യേശുപ്പച്ചന് ചായ ഇട്ട് കൊടുക്കണോ, എന്താ ഈ പറയുന്നത്? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, കർത്താവ് ഞാനെങ്ങനെ നിനക്ക് ചായ ഇട്ട് തരുന്നത്, നീ ദൈവമല്ലേ. അപ്പോൾ ഇത് ബോംബെയിൽ നടന്നൊരു സംഭവമാണ്. ആ സഹോദരിയെ യേശു പറയുകയാണ്, നീ ആ വിൻഡോയിലോട്ട് വെളിയിലോട്ട് നോക്ക്, ആ സ്ട്രീറ്റിൻ്റെ ഓപ്പോസിറ്റ് ആ കടത്തിണ്ണയിലിരിക്കുന്നൊരു അന്ധനെ നീ കണ്ടില്ലേ? എല്ലാ ദിവസവും നീ ജോലിക്ക് പോകുമ്പോൾ നീ ആ മനുഷ്യനെ കണ്ടിട്ടില്ലേ? നീ എനിക്ക് ഇട്ട് തരാനുള്ളൊരു ചായ അയാൾക്കിട്ട് കൊടുക്കുക. എന്നിട്ട് യേശു പറയുക, ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നീ ചെയ്യുന്നത് എനിക്ക് ചെയ്തതുപോലെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം റെക്കോർഡിങ് നടത്തിയപ്പോൾ ഭയങ്കരമായിട്ട് അത് എന്നെ ഒത്തിരി സ്വാധീനിക്കാനിടയായി തീർന്നു. നമുക്ക് പലപ്പോഴും ഈ ആളുകൾ നമ്മളോട് സഹായം ആവശ്യപ്പെടുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഡൗട്ടാണ് പാസ്റ്ററെ. കാരണം ഈ കാലത്ത് തട്ടിപ്പുകാർ ഒത്തിരി ഉണ്ട്. ഇത് ജെനുവൻ കേസാണോ, നമുക്ക് സഹായിക്കാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ ആ സഹോദരിയുടെ റെക്കോർഡിങ്ങിൽ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞൊരു കമൻറ്റ് ഇവിടെയും പറയുക, നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ട് വളരെ സെൻസിറ്റീവ് ആണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും ഈ വരുന്ന വ്യക്തി ജെനുവനാണ്, അവനൊരു ചായയുടെ ആവശ്യമുണ്ട്. ഈ സഹോദരി പെട്ടെന്നൊരു ചായ ഇട്ടിട്ട് സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് ആ മനുഷ്യന് കൊടുത്തു. ആ മനുഷ്യൻ ആ ചായ വാങ്ങിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു. അയാൾ പറഞ്ഞു, ഞാനൊരു ചായയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പഠിക്കേണ്ട ഒത്തിരി പാഠമുണ്ട് പാസ്റ്ററെ. ആ ചായ കുടിച്ച മനുഷ്യൻ ഒരു രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ഒരു ദൈവദാസനൊന്നുമല്ല. യേശുവുമായിട്ട് നമ്മൾ പറയുന്ന ഒരു സ്പിരിച്വൽ ബന്ധം പോലുമില്ല. പക്ഷേ ആ മനുഷ്യൻ്റെയും വിശപ്പ് യേശു തിരിച്ചറിഞ്ഞു. അത് നമ്മൾ ഒത്തിരി മനസ്സിലാക്കട്ടെ. നമ്മൾ ഈ കരയുന്ന കാക്കക്കുഞ്ഞറിയാത്ത പാതയിൽ, അല്ലേ, പുത്തമ്പാക്കൽ സാധുക്കൊച്ചുഞ്ഞു ഉപദേശി പാടിയതുപോലെ കരയുന്ന കാക്കക്കുഞ്ഞിൻ്റെ പോലും കരച്ചിൽ കാണുന്ന കർത്താവ് മനുഷ്യൻ്റെ മാത്രമല്ല, വിശ്വാസിയുടെ മാത്രമല്ല. പ്രൊവിഷൻ വിശ്വാസിക്ക് വേണ്ടി മാത്രമല്ല, പ്രൊവിഷൻ എല്ലാവർക്കും വേണ്ടിയുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ സമൂഹം അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ സമൂഹം അത് തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളും സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് ഒരു ചായക്കപ്പുമായിട്ട് പോവും. നമ്മുടെ സമൂഹം അത് തിരിച്ചറിയണം എന്നുള്ളതേ ഉള്ളൂ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വലിയ ആവശ്യമാണ്. നമുക്ക് ലോകത്തിൻ്റെ മുഴുവൻ സങ്കടം എടുത്തു മാറ്റാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു സഹായം, കണ്ണുനീരപ്പാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ
അത് വലിയ ദൈവിക അനുഗ്രഹം നമ്മുടെ മേൽ വിളിച്ചു വരുത്തും. യേശു കർത്താവ് പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുത്തനും നീ ചെയ്തത് എനിക്ക് ചെയ്തതുപോലെ എന്നാ. നമ്മൾ ഈ പെന്റിക്കോസ്റ്റൽ സമൂഹം സാധാരണ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വിമുഖത കാട്ടുന്നതിനൊരു കാരണം നമ്മുടെ ഒരു ഡോക്ട്രിനൽ സ്റ്റാൻഡാണ്. നമ്മുടെ ഡോക്ട്രിനൽ സ്റ്റാൻഡ് രക്ഷയ്ക്ക് പ്രവൃത്തി ആവശ്യമല്ല. അപ്പം നമുക്ക് പ്രവർത്തിക്കണ്ടായല്ലോ. പ്രവർത്തിച്ചില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകും. പക്ഷേ നേരെ തിരിച്ച് മറ്റ് പല മതങ്ങളും പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ പോകണമെങ്കിൽ സത്പ്രവർത്തികൾ ചെയ്യണം. അവർ തലകുത്തി പറിച്ച് ചെയ്യും. അവർ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു ഡോക്ട്രിനൽ സ്റ്റാൻഡുണ്ട്, രക്ഷയ്ക്ക് പ്രവൃത്തി ആവശ്യമില്ല, രക്ഷ സൗജന്യമായിട്ട് ലഭിക്കുന്നു, അതുകൊണ്ട് നമുക്ക് സത്പ്രവൃത്തി ചെയ്യണ്ട. പക്ഷെ ഇവിടെ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയോ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയോ അല്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആർക്കെങ്കിലും സഹായം ചെയ്യുന്നത്. അങ്ങനെ സഹായം ചെയ്യുന്നതൊക്കെ സ്വാർത്ഥമാണ്, അത്യാഗ്രഹത്തോടു കൂടിയുള്ളതാണ്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആരെങ്കിലും ദാനധർമ്മം ചെയ്യുക, അത് സ്വാർത്ഥമാണ്. സ്വാർത്ഥതയില്ലാതെ ദാനധർമ്മം ചെയ്യാൻ കഴിയുന്നത് യേശുവിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രമാണ്. നിസ്വാർത്ഥമാകുന്ന അഗപ്പേ ലവ്, ആ ക്രൂശിലെ സ്നേഹം, 1 കൊരിന്ത്യർ 13 പറഞ്ഞിരിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് ആഗ്രഹിക്കാതെ കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം യേശു പ്രകടിപ്പിച്ച, യേശു കാൽവരി ക്രൂശിൽ വെളിപ്പെടുത്തിയ സ്നേഹമാണ്. അതകത്ത് നിറഞ്ഞ ദൈവമക്കൾക്ക് മാത്രമേ അങ്ങനെ സ്നേഹിക്കാനും അങ്ങനെ കരുതാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും ദൈവമക്കളാണെങ്കിൽ അതിൻ്റെ ഒരു തെളിവാണ് ഈ പറഞ്ഞതുപോലെ തിരിച്ചിങ്ങോട്ട് എന്ത് കിട്ടും പ്രതിഫലം ഇച്ഛിക്കാതെ കരുതാനുള്ള കഴിവെന്ന് പറയുന്നത്. നമ്മുടെ സമൂഹം അതിന് തയ്യാറാകണം എന്ന ഒരു വാക്ക് ഞാനും പറയാം. പാസ്റ്റർക്ക് എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പാസ്റ്റർക്ക് ജീവിതാനുഭവങ്ങൾ പറയാം, കുടുംബത്തെക്കുറിച്ചും പറയാം കേട്ടോ, കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ, അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ പറയാം. പാസ്റ്റർക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ പറഞ്ഞ ഈ ഒരു സംഭവം വളരെ സ്ട്രൈക്കിംഗ് ആണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കാര്യം വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള അവബോധമാണ് നമ്മളെ നല്ല പ്രവർത്തനങ്ങളിലേക്ക്, നല്ല കാഴ്ചപ്പാടുകളിലേക്ക് നയിക്കുന്നത്. നമ്മുടെ മദർ തെരേസയോട് ഒരു പ്രാവശ്യം മീഡിയാസ് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇതിനുള്ള പ്രചോദനം? അവര് പറഞ്ഞ ആ ഒരു വാക്ക് എന്നെ പ്രചോദിപ്പിക്കാറുണ്ട് എപ്പോഴും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് ഈ പറഞ്ഞതുപോലെ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നു. ഞങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് ക്രിസ്തുവിനായി ചെയ്യുന്നു. ഞങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് ക്രിസ്തുവിനോടൊപ്പം ചെയ്യുന്നു. ഈ പറഞ്ഞതുപോലെ ഒരു ചായ ഇട്ട് കൊടുക്കുന്നതാണെങ്കിലും അത് കർത്താവിന് വേണ്ടി എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിട്ട് തീരുമ്പോൾ നാം എത്ര മടങ്ങ് അധികം നാം അതിനെ മുതിരും എന്നുള്ളതാണ് വാസ്തവം. കർത്താവിന്റെ കൃപയില് എനിക്ക് എല്ലാ സാഹചര്യങ്ങളും, ഭവനത്തിലേക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു വേള മാത്രമേ ഒരു വിപരീത അനുഭവം ഉണ്ടായുള്ളൂ. അത് ഞാൻ JP മാർവാഡ് ബൈബിൾ കോളേജിലെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് വന്നൊരു സാഹചര്യം ഓർക്കുന്നുണ്ട്. നാട്ടിലേക്ക് വന്നു, ഭവനത്തിൽ ഞങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുമ്പോൾ എൻ്റെ ഫാദറിന് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന അസ്വസ്ഥപ്പെട്ടു. ആ ഒരു നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ വളരെ സിവിയറായിട്ടുള്ളൊരു നെഞ്ചുവേദന. അത് പിന്നെ അന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ തങ്ങി നിന്നു. പിറ്റേ ദിവസമാണ് ഹോസ്പിറ്റലിൽ പോയത്. ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അകത്ത് വെള്ളക്കെട്ടുണ്ട്, ഇത് TB രോഗത്തിന്റെ കാരണമാകുവാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വല്ലാതെ വിഷമം തോന്നി. കാരണം ഞാൻ ഒരു 10 ദിവസത്തേക്ക് ലീവിന് വന്നതാണ്, ഒന്ന് മാതാപിതാക്കളേക്ക് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് വന്നതാണ്. ഞാൻ ഒരു മകനാണ്. അന്നേരം ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി പോയാല് പിന്നെ എനിക്ക് തിരിച്ചു പോയി പഠനത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ശുശ്രൂഷയ്ക്ക് പോകാനായിട്ട് ഒന്നും സാധിക്കത്തില്ല. ഞാൻ അങ്ങ് വല്ലാതെ പെട്ടുപോയി, വല്ലാതെ വിഷമിച്ചു പോയ ഒരു സാഹചര്യമാണ്. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ കാഴ്ച അറിയുന്ന ഒരു ഡോക്ടർ, സജു എന്നാണ് ഡോക്ടറുടെ പേര്, ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ. അന്നേരം സജു ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ പുലിയനാർ കോട്ട എന്ന് പറയുന്ന ഇതിന്റെ ഒരു സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഉണ്ട്, പുലിയനാർ കോട്ട, തിരുവനന്തപുരം. ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് മാത്രം ഒരു 3 മാസമൊക്കെ താമസിച്ച് അവിടെ ചെയ്യണം, അതിന്റെ പ്രത്യേകമായിട്ടുള്ള മരുന്നൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഞങ്ങളെ റെഫർ ചെയ്തു. ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ അങ്കിള് ചർച്ചക്കോട് ഒരു പാസ്റ്ററാണ്, ഇപ്പോഴ് ഏഴംകുളം ചർച്ചിൽ സേവനം അനുഷ്ഠിക്കുന്നു. അങ്കിള് കടന്നു വരികയും ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭവന സാഹചര്യമൊക്കെ അറിയാവുന്നത് കൊണ്ടും
എനിക്ക് തിരികെ മടങ്ങി പോകേണ്ടതുകൊണ്ടും ഒക്കെ സങ്കടം ഉൾക്കൊണ്ട് ഞങ്ങൾ എല്ലാവരും സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവ് ഫാദറിനോട് പറഞ്ഞു, അസുഖമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ദൈവം ഈ നിമിഷം തന്നെ അളിയന്റെ അസുഖം പാടെ മാറ്റി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. കാരണം ആയതിനാൽ തന്നെ ഞങ്ങൾ തൊട്ടടുത്ത ദിവസം പുലിയനാർ കോട്ടയിലേക്ക് കടന്നുപോയി. ഇവിടെ എക്സ്റേ എടുത്തുണ്ടായിരുന്നു. ഇവിടുത്തെ എക്സ്റേ അവിടെ കാണിച്ചത് അവർക്ക് സ്വീകാര്യമല്ല. അവിടെ ചെന്ന് വീണ്ടും എക്സ്റേ എടുക്കണം. അങ്ങനെ ഒരു എക്സ്റേ എടുത്തു, 2 എക്സ്റേ എടുത്തു. ഈ അടുത്ത 2 എക്സ്റേയിലും ആ വെള്ളക്കെട്ട് അവിടെ കാണുന്നില്ല. ദൈവം ഒരു വലിയവ ചെയ്തു. എങ്കിലും അവിടെ ചെന്ന് പെട്ടുപോയത് കൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങള് ഡിസ്ചാർജ് ചെയ്ത് വിടത്തില്ല, ഇനി നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഴുതി തരണം, സ്വന്തം ഇഷ്ടപ്രകാരമാണ് തിരിച്ചു പോകുന്നതെന്ന്. അങ്ങനെ 2ന്റെ അന്ന് അവിടെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ കടന്നു പോയിരുന്നു. ഇന്ന് പിതാവ് ജീവനോടെ ഉണ്ട്. ഇത്രയും വർഷമായിട്ടും അതിന്റെ യാതൊരു അസ്വസ്ഥതകളും പിന്നെ തന്റെ ജീവിതത്തെ ഭരിക്കുകയോ ബാധിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവം അങ്ങനെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്തു. അതുപോലെ തന്നെ എല്ലാ അനുകൂലതകളും നമ്മൾ ഈ ശുശ്രൂഷയുടെ ബന്ധത്തില് ഞാൻ ദിവസവും കിലോമീറ്ററുകൾ ഓടും. സഫറേഴ്സിനെ കാണണം, സപ്പോർട്ടേഴ്സിനെ കാണണം. ഈ സപ്പോർട്ടേഴ്സിൽ നിന്ന് സ്വീകരിച്ചിട്ട് പല എമൗണ്ടുകളൊക്കെ ഏച്ചു വെച്ചിട്ടാണ് അർഹനായിട്ടുള്ള ഒരു അഗതിക്ക് അല്ലെങ്കിൽ ഒരു വിധവയ്ക്ക് അല്ലെങ്കിൽ ഒരു രോഗിക്ക് നമ്മൾ കൊടുക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി യാത്രകളുണ്ട്, കാര്യങ്ങളുണ്ട്. ഈ ഭവന സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിൽ നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഈ വേല ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഈ വർഷങ്ങൾ ഇത്രയും കർത്താവിന്റെ കരുതൽ ഞാൻ പുറപ്പെടുമ്പോൾ, പോകുമ്പോൾ, കുടുംബത്തിനാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മാതാപിതാക്കൾക്കാണെങ്കിലും ദൈവം കൽപ്പിച്ചു. ആയതിനാൽ തന്നെ സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ പോയി മറ്റ് വിഷമതകളൊന്നും കൂടാതെ ഈ മഹത്തരമായ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കുന്നു. അതിന് പിന്നിലെ മറ്റു കാരണം, ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ളവരുണ്ട്. അവരുടെ പ്രാർത്ഥനാ സഹായം ചില്ലറയല്ല. വളരെ പേര് ഈ ശുശ്രൂഷയെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും കൈത്താങ്ങുകയും ഒക്കെ ചെയ്യുന്നവരായിട്ടുള്ളവരുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സമയം ഓർക്കുമ്പോൾ ഒരു വേളയെങ്കിലും സഫറേഴ്സ് വോയിസ് ഓഫ് ഇന്ത്യ ഓർത്ത്, ഈ ശുശ്രൂഷയല്ല സർവോപരി ശുശ്രൂഷയിലൂടെയൊക്കെ സഹായിക്കപ്പെടുന്ന വ്യക്തിജീവിതങ്ങളെ ഓർത്ത്, അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും പരിശീലിതരായവരാണ്. എല്ലാ അർത്ഥത്തിലും ഉടഞ്ഞ ജീവിതങ്ങൾ, മുമ്പിൽ പ്രതീക്ഷകളൊന്നും ശേഷിക്കാത്തവരാണ് അവർ. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ശയ്യാവലംബികളായി തീർന്നാല്, ക്യാൻസറോ ഡയാലിസിസോ ഹൃദ്രോഗമോ ഒക്കെ കടന്നു വന്നാലും പിന്നെയും ദൈവമക്കളെ പിടിച്ചു നിർത്തുന്ന ഒരു വിശ്വാസമുണ്ട്. അത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം, യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസം, എല്ലാം നഷ്ടപ്പെട്ടിട്ടും യോബ് പറയുന്നു, അവനെന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. നമുക്കറിയാം, നമ്മുടെ കണ്ണുകളൊക്കെ ഇഹത്തിൽ അടയുന്ന മാത്രയില്ലേ അത് മറ്റൊരിടത്ത് തുറക്കപ്പെടുകയാണ്. എന്നേക്കുമായിട്ട് നാം നഷ്ടപ്പെട്ടു പോവുകയല്ലെന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടായതുകൊണ്ട് മരണമാണെങ്കിലും അതിനെ ചിരിച്ചുകൊണ്ട് നമുക്ക് നേരിടുവാൻ, പ്രത്യാശയോടെ നേരിടുവാൻ നമുക്ക് സാധിക്കും. എന്നാല് ഇതര ഭവനങ്ങളും ഇതരരും അങ്ങനെയല്ല. അവരാ വായിച്ച് കേൾക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് കേൾക്കുന്നതിന്റെ അന്ന് അവരുടെ ജീവിതത്തിലെ സകല സമാധാനവും അസ്തമിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും അറ്റുപോവുകയാണ്. അവരുടെ സന്തോഷം അന്ന് നിലയ്ക്കുകയാണ്. അവിടെയാണ് നമുക്ക് തുടങ്ങുവാനായിട്ടുള്ളത്, അവിടെയാണ് നമുക്ക് പ്രവർത്തിക്കാനായിട്ടുള്ളത്. നമ്മൾ ദൈവം കൊളുത്തിയിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു ദീപശിഖയെ, പ്രത്യാശയുടെ നാട്ടിൽ ഈ ഈ ദീപത്തെ നമുക്ക് പകരുവാനായിട്ട് സാധിക്കും. ഈ ഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പോഴുള്ള വ്യത്യാസം അത്. നമ്മുടെ ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസ് ചെയ്യുന്ന പാസ്റ്റേഴ്സ് ഉണ്ട്, ദൈവ മക്കളുണ്ട്. അവരെ കുറിച്ച് നമുക്ക് വിചാരമില്ല. അവരൊക്കെ വളരെ പ്രത്യാശയോടെയാണ് ഈ ലോകത്തിന് മുന്നിലും അവർ ചിരിച്ചുകൊണ്ടാണ് അവരെ കാണുന്നത്. അവർക്ക് ഹസ്തദാനം കൊടുക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും എല്ലാം അവരിൽ യാതൊരു സാധാരണ പോലെ ഒരു ദിവസം, അവർക്ക് ഡയാലിസിസിന് വരുന്ന ദിവസവും അസുഖം ബാധിക്കുന്നതിന് മുമ്പ്, അസുഖം ബാധിക്കുന്നതിന് പിമ്പും സാധാരണ പോലെ അവർ ജീവിച്ചു പോകുന്നു. എന്നാൽ മറ്റുള്ളവർ അങ്ങനെയല്ല. അവര് നാളുകൾ എണ്ണി കഴിയുന്നവരാണ്. നമുക്കായതിനാൽ തന്നെ വലിയൊരു വേലയുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാൻ, ചേർത്ത് പിടിക്കുവാൻ, അവരോടും ഇങ്ങനെ ഒരു വലിയ പ്രത്യാശ ഉണ്ട് എന്നവരെ ധരിപ്പിക്കുവാനായിട്ടൊക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ലഭിച്ച ഈ സമയത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ദൈവദാസനോടുള്ള നന്ദി അറിയിക്കട്ടെ. സംസാരിച്ചു, ഞാൻ ഒത്തിരി സമയം സംസാരിച്ചു, ദൈവദാസൻ അല്പസമയം സംസാരിച്ചു. അല്പസമയം സംസാരിച്ചപ്പോൾ തൻ്റെ ഉള്ളിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് അത് ഹൃദയസ്പർശിയായിട്ട് സംസാരിക്കുവാൻ, അത്തരത്തിലുള്ള ഇൻസിഡന്റിലൂടെ നമ്മെ ബോധവൽക്കരിക്കാൻ ആ പ്രിയ ദൈവദാസൻ സാധിച്ചത്. ഈ സംരംഭത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ.
ദിനവും ഇത്തരത്തിലുള്ള നല്ല വ്യക്തിത്വങ്ങള്, നല്ല അനുഭവ സാക്ഷ്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങളൊക്കെ ഈ ചാനലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ കാര്യമാണ്. ആസാദി ചാനലിനെ ദൈവം ഇനിയും തവ നാമമഹത്വത്തിനായിട്ട് ധാരാളമായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടെ. എനിക്ക് ലഭിച്ച അവസരത്തിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾക്കായിട്ട് വീണ്ടും അടിയങ്ങൾ അങ്ങനെ സ്തുതിക്കുകയാണ്. ഇത്തരത്തിൽ അവിടുന്ന് ഒരുക്കി നല്ല മുഖാന്തരത്തിനായിട്ട് അങ്ങ് ഒരുക്കുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകാലെ ഇത് കാണുന്ന എല്ലാ വ്യൂവേഴ്സിനെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവെ. അവരുടെ ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവർ ആയിരിക്കുന്ന മേഖലകളെ, അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. എല്ലാവർക്കും അവിടെ നല്ലവനായിരിക്കണമേ, എല്ലാ ആവശ്യങ്ങൾക്കും അങ്ങ് മതിയായവനായിരിക്കണമേ. അവിടുത്തെ പ്രത്യാശ എല്ലാവരിലും വ്യാപരിക്കുവാൻ ഇടയാക്കണമേ കർത്താവ്. ഇന്നല്ലെങ്കിൽ നാളെ അടിയങ്ങൾക്ക് മുഖാമുഖം ഇവിടെ അല്ലെങ്കിൽ അവിടെ കാണുവാൻ, ഒരുമിച്ച് അങ്ങ് മുഖത്തപ്പെടുത്തുവാനുള്ള എല്ലാ സാധ്യതകളും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നല്ല നിമിഷങ്ങൾക്കായിട്ട് അങ്ങ് സ്തുതിക്കട്ടെ. ഇപ്പോൾ പിരിയുന്നപ്പോ പിരിയാബിന്ദുവായിട്ട് അവിടുത്തെ സഹിതം ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസം കാവൽ എല്ലാവരുടെ വലിയ പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ലിസൺ പാസ്റ്റർ മേൽ, തന്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒരു പ്രാവശ്യം നന്ദി പറയുന്നു, പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നു. എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ wonderful time. Thank you for watching. Praise God.